കണ്ണമാലി വിശുദ്ധ യൗസേ പിതാവിന്റെ 120ാമത് നേർച്ച സദ്യ തിരുനാൾ മാർച്ച് 19 നടക്കും. കൊച്ചി രൂപതാ മെത്രാൻ ഡോക്ടർ ജോസഫ് കരിയിൽ നേർച്ച വിഭവങ്ങൾ ആശീർവദിക്കുന്നതിനെ തുടർന്ന് 1 ലക്ഷം പേർക്കുള്ള നേർച്ച സദ്യയ്ക്ക് ആരംഭമാകും. നേർച്ച വിഭവങ്ങളുടെ വിതരണത്തിനായി 11,000 ചതുരശ്രയടി വിസ്തീർണമുള്ള സദ്യ പന്തലും 1000ഓളം വോളണ്ടിയർമാരുമാണ് അണിനിരക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ണമാലിയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്കായി പ്രൈവറ്റ് KSRTC ബസ്സുകളുടെ പ്രത്യേക സർവീസുകളും ക്രമീകരിക്കും. 1904 കണ്ണമാലിയിലും പരിസര പ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരുന്നു. കടലാക്രമണത്തിന് പിന്നാലെ ആ നാട് മുഴുവൻ കോളറ എന്ന മഹാമാരി പിടിപെട്ടതും നാട്ടുകാരെ ദുരിതത്തിലാക്കി. 1905 മാർച്ച് 19-ാം തീയതി വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ദിനം വിശുദ്ധനെ അനുസ്മരിച്ച് നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം വെച്ച് ആശീർവദിച്ച ശേഷം ഒരുമിച്ച് ചേർന്ന് ഭക്ഷിച്ച് ആ പുണ്യദിനം അനുസ്മരിച്ചു. ഭക്ഷണം കഴിച്ചവരെല്ലാം കോളറ ബാധയിൽ നിന്ന് രക്ഷപ്പെടുകയും ആ പ്രദേശത്ത് നിന്ന് കോളറ മാറിപ്പോകുകയും ചെയ്തു. ഈ അത്ഭുതത്തിൽ എല്ലാ വർഷവും മാർച്ച് 19-ന് വിശുദ്ധന്റെ തിരുനാൾ ദിവസം സൗജന്യമായി ഭക്തജനങ്ങൾക്ക് നേർച്ച സദ്യ ഒരുക്കുകയും അതിൽ പങ്കെടുക്കാനും വിശുദ്ധന്റെ അനുഗ്രഹം നേടാനും അനേകായിരം ഭക്തജനങ്ങൾ പള്ളിയിൽ ഒത്തുകൂടുന്നു. മാർച്ച് 15-ന് കൊടിയുയർത്തുന്നതോടെ കണ്ണമാലി വിശുദ്ധ യൗസേ പിതാവിന്റെ 120ാമത് തിരുനാൾ മഹാമഹത്തിന് തുടക്കം കുറിക്കും. കണ്ണമാലി വിശുദ്ധ യൗസേ പിതാവിന്റെ നേർച്ച സദ്യയുടെ 120ാം വർഷമാണ് ഈ 2024 ആണ്ടിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ആദ്യമായി കണ്ണമാലി പള്ളിയിൽ ചെയ്യുന്നത് കണ്ണമാലി ബൈബിൾ കൺവെൻഷനാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു. 10-ാം തീയതി മുതൽ നവനാൾ ആരംഭിക്കുകയാണ്. 15-ാം തീയതി തിരുനാളിന് കൊടികയറും. 19-ാം തീയതി രാവിലെ 7 മണിക്കാണ് തിരുനാൾ കുർബാന. കൊച്ചി രൂപത മെത്രാൻ അഭിവന്യ ജോസഫ് കരിയിൽ പിതാവ് അത് നിർവഹിക്കും. അതിനുശേഷം ആണ് നേർച്ച സദ്യ വെഞ്ചരിപ്പ് നടത്തപ്പെടുന്നത്. കോട്ടപ്പുറം മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, കൊച്ചി മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കരിയിൽ, ആലപ്പുഴ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ എന്നിവരാണ് തിരുനാൾ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. കൊച്ചി രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കരിയിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മാർച്ച് 19-ന് പൊന്തിഫിക്കൽ ദിവ്യബലി, പ്രദക്ഷിണം, തുടർന്ന് പിതാവ് നേർച്ച വിഭവങ്ങൾ ആശീർവദിക്കുന്നതും തിരുകുടുംബത്തെ അനുസ്മരിച്ച് ഒരു സാധു കുടുംബത്തിന് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നതോടെ 1 ലക്ഷം പേർക്കുള്ള സൗജന്യ നേർച്ച സദ്യക്ക് ആരംഭമാകും. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിലാണ് നേർച്ച സദ്യയുടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സെയിന്റ് ജോസഫ് ചാരിറ്റീസ് ട്രസ്റ്റ് നേതൃത്വം നൽകുന്ന നേർച്ച സദ്യ വിതരണത്തിനായി 11,000 ചതുരശ്രയടി വിസ്തീർണമുള്ള സദ്യാ പന്തലും 1000ഓളം വോളണ്ടിയർമാരുമാണ് അണിനിരക്കുന്നത്. കൂടാതെ തിരുനാളിനോടനുബന്ധിച്ച് മാർച്ച് 15 മുതൽ 75,000 പായസക്കുപ്പികൾ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷവും നേർച്ച സദ്യ പതിവ് പോലെ അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ നൽകുന്നത്. പായസം മാർച്ച് 15-ാം തീയതി വൈകുന്നേരം മുതൽ വെഞ്ചരിച്ച് അത് ജനങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു. 5 കമ്മിറ്റികളാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. സെൻറ്റ് ജോസഫ് ചാരിറ്റി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അവരാണ് ഇതിനെ ചുക്കാൻ പിടിക്കുകയും അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളോടു കൂടിയാണ് ഈ 5 കമ്മിറ്റികൾ ഈ തിരുനാളിന് വേണ്ടി നേർച്ച സദ്യയ്ക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയും നൽകുകയും ചെയ്യുന്നത്. തിരുനാളിന്റെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി കലവറ, പാർക്കിംഗ്, കാറ്ററിംഗ്, ആഘോഷം, ട്രാഫിക് എന്നീ 5 കമ്മിറ്റികളായി തിരിച്ച് വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും ആരാധനയും ദിവ്യബലിയും നൊവേനയോടൊപ്പം കുട്ടികൾക്ക് ചോറൂട്ടിനും അടിമവെക്കുന്നതിനുമായുള്ള സൗകര്യങ്ങളും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ണമാലിയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്കായി പ്രൈവറ്റ് KSRTC ബസ്സുകളുടെ പ്രത്യേക സർവീസുകളും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കണ്ണമാലി സെയിന്റ് ജോസഫ് ചാരിറ്റീസ് പ്രസിഡന്റ് വികാരി ഫാദർ ജോപ്പൻ അണ്ടിശ്ശേരി, സഹവികാരിമാരായ ഫാദർ ജോബി വാകപ്പാടത്ത്, ഫാദർ ബെന്നി പണിക്കവീട്ടിൽ, വിവിധ കമ്മിറ്റി കൺവീനർമാരായ AB ജോസഫ് ആലുങ്കൽ, ബിജു മാത്യു അഴീക്കൽ, ജോളി കുഴിവേലി, TA ജോർജ്, ജസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.